മലയാളികളുടെ സ്വീകരണ മുറിയിൽ വീട്ടമ്മമാരുടെ പുതിയ പടയൊരുക്കം വരുന്നു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ ഫ്ലവേഴ്സിൽ. ബലരാമനാ വിളിച്ചത്. എൻഗേജ്മെന്റ് പരിപാടിയൊക്കെ ഒരു ഇവന്റ് ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ തന്നെ കാണാൻ നാളെ വരുമെന്ന്. എന്നെ കാണാനോ? അതെന്തിന്? അവരന്നത്തെ ദിവസം അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചിത്രങ്ങൾ സഹിതം തനിക്ക് ഡിസ്ക്രൈബ് ചെയ്യും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാനാ. വരട്ടെ. പ്രഭയ്ക്കും പറയാനുണ്ടാവും അല്ലേ? സിദ്ധുവിനൊന്നും പറയാനില്ലേ? ഓ, ഞാനെന്തു പറയാനാ? ഞാൻ ഈ ബ്രഹ്മാണ്ഡ കല്യാണാഘോഷങ്ങളോട് കടുത്ത എതിർപ്പുള്ള ആളാ. എത്ര ലക്ഷങ്ങളാ ആർഭാടം കാണിക്കാൻ പൊടിച്ചു കളയുന്നത്. ബാലേട്ടാ, കഴിക്കാം. ഹലോ, ഞാൻ നിങ്ങളുടെ ഭാര്യയെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. നിങ്ങളുടെ മകൾ മീരയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരാൻ. ആരാ നീ? എന്റെ ഐഡന്റിറ്റിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രസക്തി ഇല്ല മിസ്റ്റർ. മീരയാണ് വിഷയം. അവൾക്കൊരാളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ നന്ദനും മീരയായിട്ടുള്ള കല്യാണം നടക്കില്ല. നീ ആരാ? ഹലോ, നിങ്ങളാരാ? ഹലോ, ബാലേട്ടാ, മീര അവൾക്ക് വേണ്ട ആളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്ന അവരുടെ എൻഗേജ്മെന്റ് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ബലരാമനും കുടുംബത്തിനും വലിയ നാണക്കേടാവും. ഹലോ, ഹലോ, നിങ്ങൾ ആരാ? ഹലോ, എനിക്കൊരു ഇൻഫർമേഷൻ അറിയിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ബൈ. ബാലേട്ടാ, ഇതാരാ? എനിക്കെങ്ങനെ അറിയാം? മോൾക്ക് നന്ദന വേണ്ടെന്ന് പറയുന്നതിന്റെ കാരണം ഇതായിരിക്കും. അതെ, ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാവും. ഇനി അടുത്ത കോള് ചന്ദ്രോത്തേക്കായിരിക്കും. ഈശ്വര, അതോടെ എല്ലാം കഴിഞ്ഞു. അവര് ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറിയ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എന്താ ചെയ്യാ? ബാലേട്ട, എന്തെങ്കിലും ഒന്ന് പറയേ. നമ്മൾ ഇനി എന്താ ചെയ്യാ? ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ല. ഇങ്ങനെ ഒരു വിവരം അറിയാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോ ഈ കോളിന്റെ ഉദ്ദേശം ഈ കല്യാണം മുടക്കുക, അത് മാത്ര. അതെ, അതായിരിക്കും. എന്തിന്? രണ്ടു തരത്തിലാവാം. മീരയെ ഇഷ്ടപ്പെടുന്ന ഒരാള് അവളെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നതാവാം, മീര പോലും അറിയാതെ. അതല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഈ കല്യാണം മുടക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരാള് അത് ഇഷ്ടം കൊണ്ടാവണമെന്നില്ല. അതെ, അതാവാനാ ചാൻസ് കൂടുതൽ. സദാസമയവും അവളുടെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? മിഥുനാണോ? മിഥുൻ. എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാ എന്നെ തല്ലുന്നേ? നീ ഇന്നലെ ബലരാമ സാറിനെ ഫോൺ ചെയ്തോടാ? ഇല്ല. ഇല്ലേ? ഉള്ള സത്യം പറഞ്ഞോ? ആര് പറഞ്ഞിട്ടാ നീ സാറിനെ വിളിച്ചേ? ഞാൻ ആരെയും വിളിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? വിളിച്ചില്ലേ?
അടങ്ങി നിൽക്കണം. സാറേ ഇത് കണ്ടോ, യവമാരനെ വെറുതെ പിടിച്ചോണ്ടൊന്ന് തല്ലുക. സാറൊന്ന് വിടാൻ പറ സാറേ. ആര് പറഞ്ഞിട്ടാ നീ ഇന്നലെ എനിക്ക് ഫോൺ ചെയ്തേ? അയ്യോ, ഞാൻ സാറിന് ഫോൺ ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയില്ല, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ. ഉള്ള കാര്യം മണി പോലെ പറഞ്ഞാൽ നിനക്ക് വന്ന പോലെ ഇവിടുന്ന് പോകാം. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്ക് നിനക്കെല്ലാം അറിയാം. അത് പറയാതെ നിന്നെ വിടില്ല ഞാൻ. ചെറിയ പ്രായമല്ലടാ നിനക്ക്. വെറുതെ എന്തിനാ ശരീരം വിടക്കാക്കുന്നേ? എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ സാർ പറയണ്ടേ? പ്രഭാകര സാർ, നിങ്ങൾ പുറത്തേക്ക്. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇവന്റെ നാവിൽ നിന്ന് വീണില്ലെങ്കിൽ ഇവന്റെ ശവം കടലിലോ കാട്ടിലോ എവിടെയാന്ന് വെച്ചറിയാൻ പ്ലാൻ ചെയ്തോളൂ. അയ്യോ ചെല്ല. സാറേ, നിനക്ക് ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളതുപോലെ പറയണം. ഞാൻ വിളിച്ചിട്ടില്ല സാറേ. ശരി, അതുവിട്. എന്റെ മോൾക്കൊരു പ്രണയമുണ്ട് അല്ലേ? അത് ഉണ്ട്. ഉണ്ട്. ആരാവൻ? പേരറിയില്ല, ആരാണെന്ന് ഞാൻ കണ്ടിട്ടുമില്ല. ഈ പറഞ്ഞടപ്പം അവര് തമ്മിലുണ്ടോ? ഉണ്ട്. അയാൾക്ക് മീരെ ഭയങ്കര ഇഷ്ടമാ. എത്ര നാളായി അവര് തമ്മിൽ ഈ ബന്ധം തുടങ്ങിയിട്ട്? കൃത്യമായിട്ട് എനിക്ക് അറിയില്ല സാറേ, കുറെ നാളായിട്ടുണ്ട്. സാറിപ്പോ തീരുമാനിച്ച കല്യാണം നടക്കുമെന്ന് അറിയില്ല. അവര് തമ്മിൽ അത്രയ്ക്ക് അസ്ഥി പിടിച്ച സ്നേഹമാ. അത് ഞാൻ നോക്കിക്കോളാം. മറ്റൊന്നും നിനക്കറിയില്ല? അവന്റെ പേര് പോലും? ഇല്ല ഇല്ല, ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല സാറേ, സത്യമായിട്ടും അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കൊള്ളാം. എന്നാ ഞാനിപ്പോ വെറുതെ വിടാം. അല്ലെ, ഈ പുറത്തിറങ്ങി കഴിയുമ്പോ നിനക്ക് ധാരാണെങ്കിലൊക്കെ പറയണമെന്ന് തോന്നും അല്ലേ? ഇല്ല. അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കുഴപ്പം നിനക്ക് തന്നെ. പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. നീ പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. അയ്യോ, ചത്താലും ഞാനിത് ആരോടും പറയില്ല, സത്യം. പോയിക്കോ. എനിക്കിനി യാതൊരു പ്രതീക്ഷയില്ല. വെറുതെ സംസാരിച്ച് മുഷിയുണ്ട. ഇതൊക്കെ എത്ര നാളുകൊണ്ട് പറയുന്നതാ, ഒന്നും നടക്കുന്ന കാര്യമല്ല. ദേവി, അങ്ങനല്ല. ദേവിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ പറയൂ. ദേവി, അമ്മയുടെ ഒന്ന് ഫോൺ കൊടുക്ക, ഞാൻ അമ്മയോട് സംസാരിക്കാം. അമ്മയും ശാരി ഇവിടെ ഇല്ല, അവര് ടൗണിലേക്ക് പോയിരിക്കാം. അല്ലെങ്കിൽ തന്നെ എന്തിനാ അമ്മയോട് സംസാരിക്കുന്നെ? അവർക്കും കൂടി വെറുതെ പ്രതീക്ഷ കൊടുക്കുന്ന എന്തിനാ? പാവം. പിന്നെ
അതും മനസ്സിലിട്ടുകൊണ്ട് നടക്കും. ഇതൊക്കെ എന്റെ വിധിയാ. ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ. ഞാനാരെയും കുറ്റപ്പെടുത്താതിരുന്നാ മതിയല്ലോ. ഞാനായിട്ട് ഇനി ഒന്നും പറയില്ല. അതോർത്ത് വിഷമിക്കണ്ട. ഓരോന്നിനും ഓരോ വിധിയുണ്ടല്ലോ. എന്നെ കുറിച്ച് ഓർത്ത് എന്താ? ഹേയ്, ഒന്നുമില്ല, വെറുതെ ഒന്ന് കയറിയതാ. മാധവേട്ടനെവിടെ? അച്ഛൻ അപ്പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. ഏയ് വേണ്ട. ഞാൻ അവിടെയൊക്കെ നോക്കി, മാധവേട്ടനെ കണ്ടില്ല. പുറത്തു പോയതാവും. നിങ്ങൾ ഇവിടുന്ന് പോണം. എന്താ ദേവി ഇത്? ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതിനെന്താ? എനിക്കത് ഇഷ്ടമല്ല. ആ ദേവി, ഇനിയിപ്പോ അങ്ങനെ പറയണോ? ഇഷ്ടക്കിടക്ക് തനിയെ മാറിക്കോളും. മാറണമല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് മാറ്റിയെടുത്തല്ലേ പറ്റൂ. അതിനുള്ള സമയം ആവട്ടെ, അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ മുറിന്ന് പോണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്രയ്ക്ക് അങ്ങോട്ട് കടമെടുത്തും വേണോ? എന്റെ മനസ്സില് നീ വല്ലാതെ അങ്ങ് വളർന്നു. എന്ന് വെച്ചാ മനസ്സ് നിറഞ്ഞിങ്ങനെ മുറ്റി നിൽക്കുക. ദേവി, ഹലോ ഹലോ ദേവി, ഹലോ. ഞാൻ പിന്നെയും നിന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അത് തന്നെ. മനസ്സിൽ നിന്ന് അങ്ങോട്ട് പറിച്ചു കളയാൻ പറ്റുന്നില്ല. ശ്രമിച്ചു നോക്കി പലവട്ടം, നടക്കുന്നില്ല. നീ എന്റെയാണെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടാ വിധി വീണ്ടും വീണ്ടും നിന്നെ എന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. Hey. ഇതുപോലെ ഇതിനപ്പുറം നിനക്ക് എന്നിൽ നിന്ന് അകലാൻ കഴിയില്ല. അത് ഈശ്വരൻ നിശ്ചയ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്ക്. അത് നിന്റെ അനിയത്തെ ഞാൻ വെറുതെ ലക്ഷ്യം വെച്ചതാ. നീ എന്നിലേക്ക് എത്താനൊരു മാർഗം, അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ തമ്മിൽ ഒരുപാട് അടുത്ത് കഴിഞ്ഞു. ഇനി നിനക്കൊരിക്കലും കാർത്തികേയനിൽ നിന്ന് അകന്നു പോകാൻ കഴിയില്ല. കാർത്തികേയനും ദേവിയും പരസ്പരം ചേരേണ്ടവരാ. ഒന്നാകേണ്ടവരാ. മാറി നിക്ക അങ്ങോട്ട്. ദേവി, മാറി നിക്കാൻ. ഇങ്ങനെ ചോദിക്കല്ലേ. കവിളൊക്കെ വല്ലാതെ അങ്ങ് ചുവന്നു. കാണാൻ കൂടുതൽ ചന്തമായി. ഈ മുഖം ഒന്ന് തുടുത്തുപോയല്ലോ. എന്തോ ഒരു തുടുപ്പ്. അതെ, ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒരു പരമ കോടിയില ഞാനിപ്പോ. ഏയ്, നീ എനിക്ക് വെറും ഒരു പെണ്ണല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കാർത്തികേയ,
കൈയെടുക്കാൻ. അവളെ വിടാനല്ലേ പറഞ്ഞത്? ഒന്ന് അടങ്ങ്, ഒരുപാട് കിടന്ന് തിളക്കല്ലേ. അമ്മേ, ഇതിന്റെ ആയുസറ്റു. പൊട്ടിച്ചെറിയാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അങ്ങനെ ഒരു ദോഷം ഇവക്ക് ഉണ്ടാവാതിരിക്കാൻ ഞാനത് ചെയ്യുന്നില്ല. ഊരിക്കളഞ്ഞേക്കണം. ഇതിനി അവളുടെ ദേഹത്ത് കണ്ടേക്കരുത്. പറഞ്ഞത് കേട്ടോ. എന്നാ പിന്നെ ആ കർമ്മം കൂടെ ഞാനങ്ങ് ചെയ്യും. ഹലോ ഹലോ ദേവി, ഹലോ ദേവി, കേൾക്കുന്നുണ്ടോ? എന്താ അമ്മേ, എന്താ ഉണ്ടായേ? ഒന്നുമില്ല. ചേച്ചി, അയാൾ എന്തിനാ ഈ മുറിയിൽ വന്നേ? ചേച്ചി, എന്താ ആരും ഒന്നും പറയാത്തെ? എന്താ പറ്റിയേ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ചേച്ചി, ഫോണിലാരാ? മോളെ വാ. ഇതാണ് അവിടുത്തെ അവസ്ഥ. അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല. ഞാനെന്താ നീട്ടിക്കൊണ്ടു പോകുന്നു? നാട്ടുകാരോട് രാഷ്ട്രീയക്കാർ പറയുന്ന പോലെയാണോ അച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിയാക്കാന്ന് എത്ര നാളെ അച്ഛൻ എന്നോട് പറയുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഇനി ഒരു ദിവസം പോലും ദേവി അവിടെ നിർത്താൻ പറ്റില്ല. ആളുകളോട് വെറും വാക്ക് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. പറഞ്ഞ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്റെ കാര്യത്തിൽ മാത്രം എന്താ അച്ഛൻ ഒന്നും ചെയ്യാത്തെ? ദേവിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അച്ഛൻ പറ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ പോയി ദേവി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. നീ പോകണ്ട. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പോവും. ഒരിക്കൽ നീ പോയതല്ലേ, അവളെ വിളിച്ചോണ്ട് വരികയും ചെയ്തു. എന്നിട്ട് എന്തായി? ഇനി അവള് വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഇനി നീയല്ല അങ്ങോട്ട് പോകേണ്ടത്. വേറെ ആരാ? ഞാൻ പോവാം. അച്ഛൻ പോവോ? സത്യമാണോ പറഞ്ഞത്? എന്താടാ നിനക്ക് എന്നെ ഒരു വിശ്വാസക്കുറവ്? നിനക്കൊരു പ്രശ്നം വന്നാ അതിൽ ഇടപെടാൻ പറ്റില്ലെങ്കിൽ പിന്നെ അച്ഛനെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം? എങ്കില് അച്ഛൻ തനിച്ചു പോണ്ട, ഞാനിവരെ. അത് വേണ്ട. ഞാൻ പോയി തിരിച്ചു വരും വരെ നീ ഇവിടെ തന്നെ വേണം.
പ്രഭയ്ക്ക് ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്, അറിയാലോ. എന്തായാലും അച്ഛൻ ആരെയും കൂട്ടാതെ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ആ കാർത്തികൻ അവളുടെ അച്ഛനും ഒക്കെ തറ പാർട്ടികളാ. അവരവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ആ, ഒരു കാര്യം ചെയ്യാം, മുരളി വിളിക്കാം. ഒന്നും വേണ്ട. രാഷ്ട്രീയത്തിൽ ഒരുപാട് തറകളെ ഒതുക്കിയാടാ ഞാൻ ഈ പൊസിഷനിലെത്തിയത്. എന്റെ ഒരു രീതി അനുസരിച്ച് ഈ കാർത്തികേയനെന്നും എനിക്കൊരു ഇരയേ അല്ല. നീ ധൈര്യമായിട്ടിരിക്കുക, അവനെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താ അച്ഛന്റെ പ്ലാൻ? ദേവിയെ മുരളിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണോ? എന്തിന്? നിന്റെ വീട് ഇതല്ലേ? നീ താലി കെട്ടിയ പെണ്ണ് ഇങ്ങോട്ടാണ് വന്നു കയറേണ്ടത്. ഞാൻ ദേവികയെ ചന്ദ്രോത്തയ്ക്കാ വിളിച്ചോണ്ട് വരുന്നത്. അതെ, അത് തന്നെ ഞാൻ ആഗ്രഹിച്ചത്. അത് തന്നെ വേണ്ടത്. എന്തും നേരിടാൻ തയ്യാറായിട്ട് വേണം നീ നിൽക്കാൻ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും വേണം. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പേടിക്കണ്ടല്ലോ. അച്ഛാ, ബലരാമൻ അങ്കിളുടെ കാര്യം എങ്ങനെയാ? എന്ത് പറഞ്ഞ അങ്കിളിനെ നമ്മള്? കാര്യം പറയും, അയാളത് മനസ്സിലാക്കിയേ പറ്റൂ. എൻഗേജ്മെന്റിന് എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഇപ്പൊ പറയുമ്പോ ഇപ്പോഴെങ്കിലും പറയുന്നുണ്ടല്ലോ. കല്യാണം വരെ ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടല്ലേ? പറയേണ്ട പോലെ പറഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവും. ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. നീ ധൈര്യമായിട്ടിരിക്കും. അച്ഛനെപ്പോഴാ പോകുന്നേ? ഇന്ന് അടിയന്തരമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നുണ്ട്. ഞാൻ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിന്ന് അവധിയെടുക്കും നിനക്ക് വേണ്ടി. ഇനിയെല്ലാം നിന്റെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് ഞാനിപ്പോ തന്നെ മംഗലശ്ശേരിക്ക് പുറപ്പെടുക. സിദ്ധു, ഇറങ്ങായോ? ഇന്ന് എവിടേക്കാ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല. അതെന്താ? വേറെ ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. കുറച്ചു നാളായി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ന് നടപടിയാവും. എന്താ എവിടെയും തൊടാതൊരു സംസാരം? കാര്യം എന്താണെന്ന് പറയേ. ഞാനൊരു സ്ഥലം വരെ പോവാ. തിരിച്ചു വരുമ്പോ തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ അത്? സർപ്രൈസ് ഇപ്പോഴേ പറയുന്ന അങ്ങനെ. അത് സ്വീകരിക്കാൻ റെഡിയായിട്ടിരുന്നോ?